വലിയ ഭാഗ്യമാണ്. ഈ ലോകം നൽകുന്ന സകലവിധ സുഖ സൗകര്യങ്ങളിൽ മനുഷ്യർ അകപ്പെട്ട് അവർക്ക് നഷ്ടമാകുന്നത് നിത്യതയാണ്. യുദ്ധങ്ങളും കലഹങ്ങളും മനുഷ്യന്റെ പേരിപ്പെടുന്ന അനേക സംഭവങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഏവരും കാത്തിരിക്കുന്ന സമയം അടുത്തിരിക്കുന്നുവെന്നാണ്. കർത്താവിന്റെ കാന്തയെ ചേർക്കുവാൻ വേഗം വരാതായി. എന്നാൽ ഇവിടെ ആർ എടുക്കപ്പെടും, ആർ തള്ളപ്പെടും, കാണാം, മനസ്സിലാക്കാം. ഇതിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. IPC ശാലയും PVP അവതരിപ്പിക്കുന്നു ഉൽപ്രാവണം. ഹലോ 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 ചോദിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞാനാ ഭാഷ. പറഞ്ഞോ. അച്ഛാ, ഞാൻ വിളിച്ചതേ, അടുത്ത മാസം നമ്മുടെ റീജിയൻ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പൊ ആ കസേരയൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഓരോരുത്തരുടെ ടീം നമ്മുടെ പക്ഷത്ത് വരണം. അതിന് ക്യാഷ് ഇറക്കണം പാസ്വേ. ക്യാഷ് വേണം അച്ഛാ, കുറഞ്ഞത് 50 രൂപയെങ്കിലും വേണ്ടി വരും. 50? 50 വരും. 50 വരെ അതൊട്ടും കുറയത്തില്ല. ഓ, അത് കൂടുതലല്ലേ? എന്റെ അച്ഛാ, അതൊന്നും സാരമില്ല അച്ഛാ. പക്ഷേ നമുക്ക് കിട്ടാനുള്ള ഷെയർ ഉണ്ടല്ലോ, അതിന് കിട്ടണം. അതെന്തായാലും 50-50 അല്ലേ? 50 എങ്കിൽ 50, അത് മതി. ഓക്കെ. എന്നാ പിന്നെ ശരി അച്ഛാ, ഞാൻ ആരാധനയിൽ കയറോ, പിന്നെ വിളിക്കാം. ഓക്കെ. എന്തുകൊണ്ട് വിശേഷമാണ് സിസ്റ്റർ? ഇപ്പോൾ ഇൻസ്റ്റയിലൊന്നും കാണാനില്ലല്ലോ. അതോ, ഇപ്പോൾ ഞാൻ ഫോണൊന്നും എടുക്കാറില്ല. വാട്സ്ആപ്പ് നടക്കുമല്ലേ. ഇത് കണ്ടോ, എന്റെ ഈ പോസ്റ്റിന് 10K ലൈക്ക് കിട്ടി. ഇത് കൊള്ളാമല്ലോ. ഒരു മിനിറ്റ്, നമുക്കൊരു സെൽഫി എടുക്കാം. കൊള്ളാവോ? കൊള്ളാം കൊള്ളാം. ഒന്ന് വേഗം വാ, പ്രാർത്ഥന തുടങ്ങാറായി. പ്രൈസ് ലോർഡ് ഡിയർ സിസ്റ്റർ. പ്രൈസ് ലോർഡ് ആൻഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് ബ്ലെസ്സി. പ്രൈസിലാണി. എന്നാണ്ട് വിശേഷമൊക്കെ? എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു? എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ. എന്നാണ്ട് അവിടെ വിശേഷമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, കഴിഞ്ഞ ആഴ്ച ഇച്ചായ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാ. പുതിയ ഡ്രസ്സാണെന്ന് തോന്നുന്നു. അടിപൊളിയായിരിക്കുന്നു. ഒരു 20,000 രൂപയെന്ന് തോന്നുന്നു. ഇച്ചായൻ അങ്ങനെയാ പറഞ്ഞ, എന്നാ പറഞ്ഞാലും ഒന്ന് വാങ്ങിച്ചോണ്ട് വരും. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ. ഉണ്ട് ബ്ലെസ്സി. പ്രൈസ് ലോർഡ് ആൻഡ് സിസ്റ്റർ. പാസ്റ്ററെ. പ്രൈസ് ലോർഡ് ബ്ലെസ്സി സിസ്റ്റർ. എന്റെ ദൈവമേ, മനുഷ്യൻ ഇവിടെ രാവിലെ തന്നെ മുട്ടിന് വല്ലാത്ത വേദനയാണ്. ഈ പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ പ്രാർത്ഥന വയ്ക്കേ. എനിക്കാണെങ്കിൽ ഒരു ചുവട് നടക്കാൻ മേല. ഹലോ ഹലോ അമ്മച്ചി, എന്തുണ്ട് വിശേഷം അമ്മച്ചി? ഒന്നുമില്ല കുട്ടാ, സുഖമായി ഇരിക്കുന്നു. അമ്മച്ചിയുടെ പൊട്ടുവേദനയൊക്കെ മാറിയോ? എന്റെ കുഞ്ഞ് ഒന്ന് കുറഞ്ഞതായിരുന്നു, പിന്നെ കൂടി. ഈ പാസ്റ്ററിനാണെങ്കിൽ ഒരു പണിയുമില്ല, രാവിലെ തന്നെ പ്രാർത്ഥന വയ്ക്കാൻ. ശരി അമ്മച്ചി, എന്തോ ചെയ്യാനാ? എടി കുഞ്ഞ്, നിനക്ക് നമ്മുടെ ശോശാമ്മയെ അറിയത്തില്ലയോ? ഏത് ശോശാമ്മ? എടി വടക്കേടത്തെ ശോശാമ്മ കുട്ടി. അറിയാം. അവൾക്ക് എന്താ പറ്റി അമ്മച്ചി? എടി അവളുടെ മോളില്ലേ, ആ പൊക്കം കുറഞ്ഞ. അറിയാം. അവൾക്ക് എന്ത് പറ്റി അമ്മച്ചി? എടി അവൾ വേറെ ഒരുത്തരും കൂടെ ഒളിച്ചോടി പോയി. അതെയോ? അതിനെ കണ്ടപ്പോഴേ തോന്നിയതാ ഒരു പശപ്പശ കൊണ്ടെന്ന്. വേറെ മോളല്ലേ, 8 ഗുണം 10 ഗുണം. എന്നാ ശരി, ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറുവാ. ശരി അമ്മച്ചി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം മോളെ, പ്രാർത്ഥിക്കാം. സിസ്റ്റർ, എന്തുണ്ട് വിശേഷം? വീട്ടിലെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ? ബ്ലെസ്സി സിസ്റ്റർ, നല്ല റീച്ച് കിട്ടുന്നുണ്ടോ? ഞാൻ കണ്ടായിരുന്നു, നല്ല പെർഫോമൻസ്. കൊള്ളാം, കീപ് ഇറ്റ് അപ്പ്. അയ്യോ, അമ്മച്ചി ഉണ്ടായിരുന്നോ? സാറാമ്മച്ചി ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അമ്മച്ചി. പിള്ളേരൊക്കെ അമേരിക്കയിലല്ലേ അമ്മച്ചി? അമേരിക്കയിലല്ല, അങ്ങ് ജർമ്മനിയില്ല. എവിടെയായിരുന്നാലും സുഖമായിട്ട് ഇരിക്കുന്നുവല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓരോ വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സുഖമായി ഇരിക്കുന്ന പാസ്റ്ററെ. പിന്നെ അമ്മച്ചി, ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ആ വാളിന്റെ മണിക്ക് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞില്ല. എന്റെ പാസ്റ്ററെ, ഇവിടെ വെച്ച് തന്ന ഈ വിശ്വാസികൾക്കൊക്കെ കണ്ണുകളിയ. അതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി. എന്റെ ദൈവമേ, ഇവർക്കൊക്കെ പൈസ മാത്രം മതിയല്ലോ. ദൈവങ്ങളെ നമുക്ക് എല്ലാവർക്കും പിള്ളേരെ വിളിച്ചുകൊണ്ട് തുടങ്ങാം. സ്തോത്രം ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. എന്താ സിസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ. കരുണാസമ്പന്നനായ സർവ്വസ്ഥ പിതാവേ, നല്ല സമന്തനായ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പച്ചാണ്.
അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും ചുരുക്കം വരാനും അവിടുത്തെ ആരാധിപ്പാലും സ്തുതിപ്പാനും അവിടുന്ന് അവിടുന്ന് ഒരുക്കിയ സൗഭാഷനായ നിന്റെ നന്ദികളത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിനെ അങ്ങനെ കടങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദാസനെയും അവിടുന്ന് ഏൽപ്പിക്കുന്നു. അനുഗ്രഹപ്പെട്ടവരെ തന്നതികളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയായ സ്തോത്രം സർവ്വ ഞങ്ങൾക്കായി ജീവിതം ദേശം പ്രവർത്തിച്ചു വെക്കുമ്പോൾ കൃപയോടെ ബഹുമാനാണമേ. ആമേൻ. നമുക്കൊരു കാര്യത്തിന്റെ ചില വരികൾ പാടി ദൈവത്തെ ബോധപ്പെടുത്താം. കർത്താവുരൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുരൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. നല്ല പാട്ടുകൾ തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു സങ്കീർത്തനം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. എല്ലാവരും ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. മോനെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കും മോനെ. എന്റെ ജീവസിസ്റ്റർ ആ മൊബൈൽ ഒന്ന് താഴ്ത്തി വെക്കുക. ഓ, എന്റെ ബൈബിളൊക്കെ ഇല്ലാതെ തന്നെയാണ്. യഹോവനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറമ്പിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തളിപ്പിക്കുന്നു. തിരുനാമത്തിൽ നീതിവാദങ്ങളെ വളർത്തുന്നു. നടന്നാലും ഞാൻ നടത്തും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വഴിയിൽ പോയി എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുന്ന നീ എനിക്ക് വിരുന്നു. എന്റെ തലയിലുള്ള അഭിഷേകം ചെയ്യുന്നു. എന്റെ പാലപാത്രങ്ങൾ നിറവേറുന്നു. നന്മയും കണ്ണുകളുടെ ആവിഷ്കാരമൊക്കെ എന്നിൽ പിന്തുടരും. ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ പാവ അമ്മച്ചെ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഓ, ആസ്ത്രീ പറയുന്ന പാവ അമ്മച്ചിയാ എന്നെ അങ്ങോട്ട് വിളിച്ചത്. ഓ, ഇപ്പൊ കുറ്റം മൊത്തം എന്റെ മേലായോ? വെറുതെ എന്ന് എന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചിട്ട് നീ നല്ലവളായി പൊയ്ക്കോണം എന്റെ മുമ്പ് എന്ന്. എന്റെ അമ്മച്ചി ഒന്ന് നിർത്തണേ. നമുക്കെല്ലാവർക്കും അതത് സ്ഥാനങ്ങളിരിക്കാം. നമുക്ക് ദൈവത്തെ നല്ല സങ്കീർത്തനമൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് ചില വിഷയങ്ങളൊക്കെ വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ ഈ സഭയിൽ വന്നത് ഇവിടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സൂക്ഷിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിഷയങ്ങളും വെച്ച് നമ്മുടെ ബ്ലസ്സിംഗ് സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇരിക്കുന്ന അമ്മച്ചിയോട് പറ. അങ്ങനെ പിന്നെ ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. അടുത്ത സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ശുശ്രൂഷിപ്പാൻ ദാസന്മാരോട് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ആദ്യോടെ അവന്റെ കർത്താവിന്റെ സ്ഥാനത്തെ കൃപയും കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം. എല്ലാ നമ്മളാൽ അനുഗ്രഹങ്ങളാൽ നിറച്ചാട്ട് മാമോ തപ്പിച്ചെടുക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മനസ്സിന് ആനന്ദം രണ്ട് തുള്ളി ഉള്ളിച്ചെന്ന സ്വർഗലോകമാണോ. എടാ, നീ ഏതാടാ? ആ തെക്കന്റെ താമത്തിന്റെ മോനല്ലേടാ? നീ ഇവിടെ എന്തോത്തിന് വന്നതാ? അപ്പൊ എന്റെ മോനും കണക്കാ. നോക്ക്, നിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു കുപ്പി ഇരിപ്പുണ്ട്. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോടാ നീ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? നിക്ക് പാസ്റ്ററെ, ഈ കുടിയനെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് മതി. പാസ്റ്ററെ പ്രാർത്ഥിച്ചാൽ മതി. എന്റെ അമ്മച്ചി വിളിക്കാൻ അവിടെ നിൽക്കട്ടെ. എന്റെ സഹോദര അല്പം കൊണ്ട് മാറി നിന്നേ. ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ദേവദാസനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസനോട് അല്പസമയം വേർതിരിക്കുകയാണ്. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ ദൈവമക്കൾ, ഏവർക്കും നേരം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രിക്കാലം നിങ്ങളുടെ മധ്യത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
എന്റെ പേര് സാജൻ മാത്യു, സ്വദേശം പത്തനംതിട്ട മൈലേപ്പറയാണ്. കൂടുതലൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. തന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വചനം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 4:16-17. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എഴുന്നേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. നിങ്ങൾ എന്തോന്നാ ഇവിടെ കാണിക്കുന്നത്? എന്തോ വേളമോ കൊട്ടും പാട്ടും അലർച്ചയും, പിന്നെ കർത്താവ് വരും കർത്താവ് വരും എന്ന് 100 വട്ടം പറയും. ആരായി കർത്താവ്? പ്രിയ സഹോദരന്റെ പേരെന്താണ്? എന്റെ പേര് മാത്യു. പ്രിയ സഹോദര, യേശു ആരാണെന്ന് ചോദിച്ചാൽ, എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവറിയിൽ ഒരിക്കലായി മരിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവം തന്നെയാണ് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുകയും ആ കർത്താവിനെ നമ്മൾ വാസ്തവമായി ഹൃദയം കൊണ്ട് പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശബ്ദമാണ് താങ്കൾക്ക് അലോസരപ്പെടുത്തുന്നതെന്ന് തോന്നിയാൽ പക്ഷേ താങ്കൾ ഒന്ന് അറിഞ്ഞുകൊള്ളുക. ബൈബിളിൽ ഇപ്രകാരം അറിയിക്കുന്നു, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അയ്യോ ഇല്ല ഉപദേശി, ഈ മദ്യപാനിയായ ഞാൻ സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയ സഹോദര, ഇന്ന് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മദ്യപാനമായിരിക്കാം. ഈ ലോകത്തിൽ ഇന്ന് നമ്മളിൽ പലരും പൈസ കൊടുത്ത് സന്തോഷം നേടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയ സഹോദര, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം നിത്യമാണ്. അതുപോലെ യാതൊരു ചെലവും കൂടാതെ കർത്താവ് സൗജന്യമായി തന്നതാണ് രക്ഷ. അത് പ്രാപിപ്പാൻ താങ്കൾ ഒരുക്കമാണോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് നിനക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു ഉപദേശി. ഇന്നും നമുക്ക് വേണ്ടി കർത്താവ് ജീവിക്കുന്നുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടുകൂടെ ഈ വാക്യങ്ങൾ ചേർന്ന് പറയുക. പറയാം. ഇന്നീ നിമിഷം മുതൽ ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രിയ സഹോദര, താങ്കൾ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്ക് ഈ എളിയ സഹോദരനെ ദൈവകരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഈ പ്രിയ സഹോദരൻ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നുവല്ലോ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായും മുമ്പേ ഞങ്ങളെ അവിടുന്ന് കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ക്രൂശുമരണത്തിൽ അങ്ങയോടൊപ്പമായിരുന്ന ആ കള്ളനെ പോലും സ്വർഗത്തിന് അവകാശിയാക്കിയെങ്കിൽ ഈ എളിയവനെയും കൈക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പാപങ്ങളെ പുറത്ത് സ്വർഗത്തിന് അവകാശിയായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ കർത്താവ് എന്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ച ഒരു വചനം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു കള്ളനെ പോലെ ഏത് നിമിഷവും അത് സംഭവിക്കാം. നമ്മുടെ പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ ലോക സംഭവങ്ങൾ അത് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഹൃദയംഗമായി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഉണർന്ന് ജാഗ്രതയോടായിരിക്കാൻ പ്രബോധിപ്പിക്കുന്നു. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. പാട്ടൊക്കെ ഞാൻ പാടിക്കോളാം. മേഘാരുടനായി വന്നിടുമേ
അതിനായിരം പേര് സുന്ദരനാൾ മേഘാരുടെ വന്നിടുമേ. അതിനായിരം പേര് സുന്ദരനാൾ തന്റെ കോമള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീട. തന്റെ കോമള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീട. ഇവിടെ നിന്ന് വിശ്വാസികളെല്ലാവരും ഇവിടെ പോയി. ആരാധനയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങിപ്പോയോ? എന്റെ അമ്മച്ചി അവർ പുറത്തോട്ട് അങ്ങനെ പോയി കാണും. ഇപ്പൊ വരും അമ്മച്ചി അവിടെ പോയിരിക്കേ. എന്തുവാണ് പിള്ളേരെ കാര്യം എന്താണെന്ന് പറ സിസ്റ്ററെ. ഫ്ലൈറ്റ് ഒക്കെ ക്രാഷ് ആയെന്ന്, 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ഒന്നും കാണാനില്ലെന്ന്. അയ്യോ, എന്തോ ചെയ്ത് നടക്കുന്നേ? പാസ്റ്ററെ, ഇതെന്ത് പറ്റി പാസ്റ്ററെ? എന്താ ഉണ്ടായി പറ, എന്നോട് പറ. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. പാസ്റ്ററെ, പച്ച മലയാളത്തില്ലേ വരുന്നത്? ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ കാക്കായിരുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കാണാതായിരുന്നത്. എന്താ പാസ്റ്ററെ, ഇനി എങ്ങനെ കത്താവ് വന്നോ? എന്റെ പൊന്നമ്മച്ചി, കർത്താവ് വന്നെങ്കിൽ ഞാനല്ലേ ആദ്യം പോകട്ടെ. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ഇവിടെ ഗസ്റ്റ് ഹൗസ് എത്തി പാസ്റ്ററെ. അയ്യോ, ഇവിടെ ഗസ്റ്റ് ഹൗസിനെ കാണുന്നില്ലല്ലോ. അമ്മച്ചി, അമ്മച്ചി കത്താവ് വന്ന അമ്മച്ചി. ദൈവമേ, എന്റെ ദൈവമേ, കത്താവ് വന്നോ? ഞാൻ എന്റെ അവന് ഒരു പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ പാസ്റ്ററെ. ഹലോ, ഇത് ഞാനാ പാസ്റ്ററെ. പാസ്റ്റർ പോയില്ലേ? എവിടെ പോകാൻ? എന്ത് സമയം പാസ്റ്ററെ? കർത്താവ് വന്നത് കേൾക്കുന്നു. കർത്താവ് വന്നു. കർത്താവ് വന്നെങ്കിൽ ആദ്യം പോകേണ്ടത് ഞാനല്ലേ? അതാ ഞാനും പറയുന്നത്. ഞാനല്ലേ ആദ്യം പോകേണ്ടത്. എന്റെ പാസ്റ്റർ, ഞങ്ങളുടെ സഭയിൽ വിശ്വാസികൾ ഒന്നും കാണുന്നില്ല. ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ കാണുന്നില്ല. ഒന്ന് നോക്കിക്കേ. ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. എല്ലാവരും വീട്ടിൽ പോയോ? എന്റെ പാസ്റ്ററെ, കർത്താവ് ശരിക്കും വന്നു. ഓ, അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ലേ? ഓ, ആദ്യം വെച്ച് നോക്കിക്കോ. നോക്കട്ടെ, ടി വി ഞാൻ നോക്കാം. എടോ, സത്യമായിട്ടോ എന്തൊക്കെയോ കുട്ടി പൊളിഞ്ഞോ, ട്രെയിനുകളോ വിമാനങ്ങൾക്കൊക്കെ കുഴപ്പങ്ങളോ എന്തൊക്കെ അപകടങ്ങൾ വെച്ചെന്ന് പറയുന്നു. ഭാര്യ ഇനി എവിടെ വന്നു? മേഴ്സി, പിള്ളേരെ എടാ, അവരെ കാണുന്നില്ലല്ലോ. കർത്താവ് അപ്പോൾ ശരിക്കും വന്നു. അപ്പോൾ എന്റെ കർത്താവ്, ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് സത്യമാണ്. സത്യമല്ലേ? കർത്താവ് ശരിക്കും വന്നു. എന്നെ ആരും വിളിക്കുന്നു. എന്റെ ഫോണാ. എന്റെ പൊന്നമ്മച്ചി, ആ ഫോൺ വന്നിട്ട്. ഹലോ, ഹലോ അമ്മച്ചി. എന്താ പോണേ? അമ്മച്ചി, പരിപാടി ആരെയും കാണുന്നില്ല അമ്മച്ചിയെ. അയ്യോ, എന്റെ കൊച്ചുമക്കളെ ആരെയും കാണുന്നില്ലെന്ന്. നീ എന്തെങ്കിലും ഒന്ന് ശരിക്കും നോക്കുപോയെ. അവിടെ എവിടെയും കാണും. അമ്മച്ചി, ഭർത്താവിനെയും കാണുന്നില്ല അമ്മച്ചിയെ. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. കർത്താവേ, പാസ്റ്ററേ, പാസ്റ്ററേ, കർത്താവ് ശരിക്കും വന്നു. പാസ്റ്ററേ, കർത്താവ് ശരിക്കും വന്നു. എന്റെ കർത്താവ്, എന്റെ കർത്താവ്. ഇത്രയും കാലം 50 വർഷം ഈ പുസ്തകത്തിലൊന്നും നടന്നല്ലോ. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. പാട്ടുകളുടെ കൂട്ടവും കുറവും പറഞ്ഞ് കൊണ്ടു നടന്നു. എന്റെ ജീവിതത്തിൽ എന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ കർത്താവ്. അങ്ങയുടെ വരവ് എനിക്ക് ഇഷ്ടപ്പെടുവാൻ കഴിയാതെ പോയല്ലോ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ. കർത്താവ് വന്നു മക്കളെ, എല്ലാവരും പോയി മോളെ. കർത്താവ്, എല്ലാവരും പോയി. പക്ഷെ ഞാൻ മാത്രം പോയില്ല. ഞാൻ ഈ ലോകത്തുള്ളതെല്ലാം അറിഞ്ഞു. പക്ഷെ എന്റെ കർത്താവിനെ മാത്രം ഞാൻ അറിഞ്ഞില്ല.
എല്ലാത്തിനും കാരണം എന്റെ ലോകസ്നേഹമാണ്. അയ്യോ എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുപോകണേ. ഇത്രയും വർഷം ഞാൻ കർത്താവിന്റെ വേല ചെയ്ത് ജീവിച്ചു, സ്ഥാനവും മാനവും എല്ലാം നേടി. ഇത്രയും വർഷം എന്റെ ഈ ബൈബിൾ ചൊല്ലുന്നു നടന്നിട്ട് ഒരാത്മാവെ പോലും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ സമ്പത്തിനെല്ലാം എവിടെ കൊണ്ട് കളയും? ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഒരുങ്ങിയിരിക്കും. ഈ ലോകത്തിൽ ആദ്യകാലങ്ങളിലൊക്കെയും നന്നായി ജീവിച്ചെങ്കിലും അവസാന നിമിഷം വരെ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോക സൗകര്യങ്ങളിലും കടന്നുപോയി അവരുടെ നിത്യത നഷ്ടമാക്കിയതായി കാണുന്നു. അതുപോലെ തന്നെ സത്യത്തെ മനസ്സിലാക്കി പലരും മുൻപോട്ട് വന്ന് നിത്യത പ്രാപിക്കുന്നു. ആകയാൽ ആ നല്ല നിത്യതയ്ക്കായിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.